ശുഭാനന്ദ തിരുനാമം ആത്മാക്കളിൽ നിത്യമുദിച്ചിടട്ടെ. സർവദോഷങ്ങളെയും തിരുനാമം തീർത്തു രക്ഷിച്ചിടട്ടെ. ആത്മബോധോദയ സംഘ സ്ഥാപകനായ ശുഭാനന്ദ ഗുരുദേവൻ 28/4/1882 പൂരം നക്ഷത്രത്തിൽ ഭൂജാതനായി. സിദ്ധാർത്ഥൻ തപസ്സിൽ കൂടി ബുദ്ധനായതുപോലെ നാരായണൻ ശുഭാനന്ദനായി ലോകരംഗത്ത് പ്രവർത്തനത്തിനിറങ്ങി. അജ്ഞാനത്താൽ അടിമപ്പെട്ടുപോയ വിഭാഗങ്ങളെ അജ്ഞാനം നീക്കി രക്ഷിക്കുന്നതിനു വേണ്ടി അവരോടൊപ്പം കഴിഞ്ഞുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചു. അടിമപ്പെടുത്തിയവരും അടിമപ്പെട്ടവരും ഒരുപോലെ അജ്ഞാനികളാണെന്നറിഞ്ഞ ഗുരുദേവൻ ഏവരെയും ഒന്നുപോലെ രക്ഷിക്കാൻ സ്ഥാപിച്ച ആദർശമാണ് ആത്മബോധോദയ സംഘം. മനുഷ്യരെല്ലാം സമന്മാരാണെന്നും ഭേദമറ്റ ബോധമാണ് വേദമെന്നും മനുഷ്യൻ മനുഷ്യനെ നന്നായി അറിയണമെന്നും സത്യജീവിതവും സൽക്കർമ്മവും കൊണ്ട് ജീവിതത്തിൽ ഉയർച്ച കൈവരണമെന്നും ഗുരുദേവൻ ഉപദേശിച്ചു. മദ്യത്തിനും അസാൻമാർഗികത്തിനും എതിരായി വിട്ടുവീഴ്ചയില്ലാതെ പ്രവർത്തിച്ച സമൂഹ പരിഷ്കർത്താവായിരുന്നു ശുഭാനന്ദ ഗുരുദേവൻ. പ്രാണവായുവും ശുദ്ധജലവും പോലെ ഭൂമിയും ഏവർക്കും അവകാശപ്പെട്ടതാണെന്നും അനധികൃതമായ സമ്പാദ്യം പാപമാണെന്നും ഗുരുദേവൻ പഠിപ്പിച്ചു. ശുഭാനന്ദൻ എന്ന നാമം സ്വീകരിച്ചത് എൻ്റെ ആത്മാവിൽ ശുഭമായ ആനന്ദമുള്ളതുകൊണ്ടാണ്. ഈ ശുഭാനന്ദത്തെ ആത്മാക്കളിൽ നൽകുന്നതിനുള്ള മാർഗം എക്കാലത്തും നൽകിക്കൊണ്ടിരിക്കുകയുമാണ്. അത് ഈ നശ്വര ലോകത്തു നിന്നും കിട്ടുന്ന ഒന്നല്ല. പരമാനന്ദ പരിപൂർണവും സൃഷ്ടികൾക്കെല്ലാം മൂലകാരണവുമായ ശുഭാനന്ദ ശക്തി സ്വരൂപത്തിൽ നിന്ന് ഉള്ളതാണ്. ദ്വാരകയാകും ഹൃദയം തന്നിൽ നിന്നടനങ്ങൾ കാണാനായി മായക നീക്കി കളങ്കം നീക്കി തന്നിടണേ എൻ ഗുരുനാഥ. സർവവും സൃഷ്ടിക്കണമെങ്കിൽ സർവജ്ഞാനവും ശക്തിയും കൂടാതെ സാധ്യമല്ല. തന്മൂലം സർവവും സൃഷ്ടിക്കുന്നതിനു വേണ്ടി ആ മൂലകാരണ ശക്തിയിൽ നിന്നും സ്വയംഭൂവായി ഉദയം ചെയ്ത് സർവജ്ഞാന ശക്തിയും ആ ജ്ഞാനത്തിലടങ്ങുന്ന ശക്തിയിലും കൂടിയാണ് സർവവും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ സൃഷ്ടിക്ക് കാരണമായ സർവജ്ഞാനവും ശക്തിയുമാണ് എന്നിൽ അവതരിച്ചിരിക്കുന്ന ആത്മബോധം. ആത്മബോധോദയം എന്ന ഖണ്ഡജ്ഞാവതാരത്തിന് ആത്മാക്കളിൽ ഉൾപ്രവേശനം ചെയ്യുന്നു. ഒരു മനുഷ്യൻ ദൈവവിശ്വാസവും ചിന്തയുമൊക്കെയുള്ള ആളായിരുന്നാലും ആത്മാവിൽ ബോധം തെളിഞ്ഞു കിട്ടുന്നില്ലെങ്കിൽ ദോഷകർമ്മങ്ങളിൽ പെട്ടുപോകും. തന്മൂലം അനുഭവം ദുഃഖമായും ഭവിക്കും. ഈ വിധത്തിലാണ് ദൈവവിശ്വാസികൾ കർമ്മദോഷങ്ങളിൽ കൂടി ദുഃഖമെന്ന നരകത്തിൽ ചെന്ന് ചാടുന്നത്. ആത്മബോധത്തോടുകൂടിയ സത്കർമ്മങ്ങളിൽ കൂടി മാത്രമേ ആത്മാക്കൾക്ക് ദുഃഖമൊഴിഞ്ഞു പോകുന്നതിനും നിത്യശാന്തി അനുഭവത്തിലാക്കുന്നതിനും സാധിക്കുകയുള്ളൂ. 1950 മഹാസമാധി അടഞ്ഞ ശുഭാനന്ദ ഗുരുദേവ തിരുവടികൾക്ക് ശേഷം ഗുരുദേവൻ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ
തനിക്ക് പകരമായി സ്വീകരിച്ച് ഇരുന്ന തിരുശരീരമായ ബ്രഹ്മശ്രീ ആനന്ദജി ഗുരുദേവ തിരുവടികളായിരുന്നു 1988 വരെ ഇതിൻ്റെ ആശ്രമ മഠാധിപതിയായിരുന്നത്. 1987 ആനന്ദജി ഗുരുദേവനാൽ സ്ഥാപിക്കപ്പെട്ട ആത്മബോധോദയ സംഘം ശ്രീ ശിവാനന്ദ ട്രസ്റ്റാണ് ഇന്ന് ഈ സംഘടനയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ട്രസ്റ്റിൻ്റെ ആനന്ദജി ഗുരുദേവന് ശേഷം 2000 ആണ്ട് വരെ മഠാധിപതിയായിരുന്നത് ബ്രഹ്മശ്രീ ഗുരുപ്രസാദ് ഗുരുദേവ തിരുവടികളും 2000 ആണ്ട് മുതൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ആശ്രമ മഠാധിപതിയും ആത്മബോധോദയ സംഘം ട്രസ്റ്റിൻ്റെ മാനേജിംഗ് ട്രസ്റ്റിയുമായി അവരോധിക്കപ്പെട്ട് ഇതിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രഹ്മശ്രീ സദാനന്ദ സിദ്ധ ഗുരുദേവ തിരുവടികളാലാണ്. ബ്രഹ്മശ്രീ സദാനന്ദ സിദ്ധ ഗുരുദേവ തിരുവടികളുടെ 82ാമത് മകയിരം ജന്മനക്ഷത്ര മഹോത്സവമാണ് ഇന്നിവിടെ ഭക്തജനങ്ങൾ ഏകോപിച്ച് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ശരണം ശരണം ഗുരുനാഥ തിരുവടി പാദമടിയേനു ശരണം 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 ഗുരുനാഥ തിരുവടി പാദമടിയേനു ശരണം 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 ഗുരുനാഥ ശരണം ശരണം ഗുരുനാഥ. ഭക്തന്മാരുടെ ഉൾക്കാമ്പിൽ നിത്യം വാഴും ഗുരുവരനെ ഭക്തന്മാരുടെ ഉൾക്കാമ്പിൽ നിത്യം വാഴും ഗുരുവരനെ നിത്യാനന്ദം മാറാതെ നൽകിയിടുന്ന ഗുരുവരനെ. ഭഗവാൻ ശുഭാനന്ദ ഗുരുദേവൻ എൻ്റെ ദൈവമാണെന്ന് എനിക്ക് ശരിക്കും ബോധ്യം വന്നതിന് ശേഷമാണ് ഞാൻ ഈ ആശ്രമത്തിൽ അന്തേവാസിയെ തുടരാനായിട്ട് തുടങ്ങിയത്. കലിയുഗവരതനായ ശുഭാനന്ദ ഗുരുദേവൻ ആത്മലോകത്തിന് മോക്ഷത്തെ പ്രദാനം ചെയ്യാൻ വേണ്ടി ഭൂമിയിൽ വന്നതാണെന്നും മനുഷ്യ ജന്മത്തിനെ തെളിയിച്ച് അറിയിച്ച് അനുഭവപ്പെടുത്തി ഭഗവാൻ ഓരോ ആത്മാവിലുമാണ് വാഴുന്നതെന്നുള്ള അറിവ് ആത്മലോകത്തിനെ ജ്ഞാനത്തിലൂടെ അല്ലെ അറിവിലൂടെ അനുഭവപ്പെടുത്തി ഭഗവാൻ ആത്മാവിൽ വാഴുന്നു എന്നുള്ള ബോധ്യം തന്ന് അതിലൂടെ ജീവിച്ച് ഭഗവാനെ ഹൃദയത്തിൽ കണ്ട് സുഖ അവസ്ഥ അനുഭവിച്ചതിന് ശേഷമാണ് ഞാനിവിടെ വളരെ ചെറുപ്പത്തിൽ തന്നെ ആശ്രമ അന്തേവാസിയായി വന്നത്. ഭക്തജനങ്ങളിൽ നിന്നും ലഭിക്കുന്ന ദക്ഷിണ, ധർമ്മബോധികളിൽ നിന്നും കിട്ടുന്ന സംഭാവന എന്നിവ കൊണ്ടാണ് ലക്ഷക്കണക്കിന് രൂപ ചെലവുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും. ആശ്രമത്തിലുള്ള സന്യാസിനിമാരെയും അന്തേവാസികളെയും സംരക്ഷിക്കുന്നതും ആശ്രമ കർമാദികൾ നിർവഹിക്കുന്നതും ബഹുജന സേവനം ചെയ്യുന്നതും ഈ തുക കൊണ്ടാണ് എന്നുള്ളത് പ്രത്യേകം പ്രസ്താവയോഗ്യമത്രേ. ആത്മജ്ഞാനികളായ തത്വാന്വേഷികൾ ആരും തന്നെ സിദ്ധികൾക്ക് വലിയ വിലയൊന്നും കൽപ്പിക്കാറില്ല. കാരണം ഈ സിദ്ധികൾ കൊണ്ട് ഒരു നോട്ടീസ് എന്നതുപോലെ ആളുകളെ അടുത്തു വരുത്തുവാൻ സാധിക്കും എന്നേയുള്ളൂ. എന്നു തന്നെയല്ല, ഇത് ജന്മസാഫല്യത്തെയോ ശാശ്വതമായ ശാന്തിയോ നൽകുന്നില്ല. ശാശ്വതമില്ലെന്ന് പറയുവാൻ കാരണം ഒരു രോഗശാന്തി ലഭിച്ചാലും ശരീരത്തിന് പിന്നെ രോഗം വന്നുകൂടാ എന്നില്ല, വരിക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ഭൂതശാന്തി ലഭിച്ചയാൾ പിന്നെയും പിശകായ ജീവിതം ചെയ്ത് പിശാച് പോലെയായി തീർന്നാൽ ജഡത്തിൽ വാഴുന്ന ആ പിശാചിനെ ജഡം വിട്ട പിശാച് ബാധിച്ചു എന്ന് വരും. മരിച്ച ഒരാളിനെ മരണത്തിൽ നിന്ന് വീണ്ടെടുത്ത് ജീവിപ്പിക്കുക എന്ന് വരട്ടെ,
ആ മനുഷ്യൻ പിന്നീട് മരിക്കുകയില്ലേ? നിശ്ചയമായി മരിക്കും. അതിനാൽ തത്വം ഗ്രഹിച്ച് ബോധവാന്മാരായി തീരണം. ബോധം മാത്രമാണ് മനുഷ്യർക്ക് നിത്യശാന്തിക്കും സമാശ്വാസത്തിനുമുള്ള ഏകമാർഗം. ഒരു മനുഷ്യൻ ദൈവവിശ്വാസിയും മുടങ്ങാതെ നിത്യപ്രാർത്ഥന നടത്തുന്ന ആളായിരുന്നാലും സദ്ബോധമില്ലെങ്കിൽ ബോധം കെട്ട പ്രവൃത്തികളാകുന്ന അധർമ്മങ്ങൾ മൂലം ദുഃഖമെന്ന നരകത്തിൽ ചെന്ന് ചാടിപ്പോകും. അതിനാൽ ആത്മബോധത്തോടു കൂടിയ സത്പ്രവൃത്തികളിൽ കൂടി ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആനന്ദം എന്ന സ്വർഗത്തിലെത്തുക. ശുഭാനന്ദ തിരുനാമം